ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ സൂയിലാണ് കേട്ടോ. തൃശ്ശൂർക്ക് ടോൾ കൊടുക്കാതെ ഒരു ഇടവഴിയാണ് നമ്മൾ പോകുന്നത്. ആ ഏരിയയിൽ എന്തായാലും ഫുള്ള് സഹകരണമുള്ള ആൾക്കാരാണ് കേട്ടോ. ഓരോ മുക്കിലും മൂലയിലും തൃശ്ശൂർക്കുള്ള ഡയറക്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മളങ്ങനെ ടോൾ കൊടുക്കാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ ടോൾ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഡയറക്റ്റ് പോരുകയാണ് ചെയ്തത്. ഉച്ച ടൈം ആവാനായി കേട്ടോ ഞങ്ങൾ അവിടെ എത്താനായപ്പോഴേക്കും. അങ്ങനെ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. സൺഡേ ആണ് പോയത്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. ടിക്കറ്റ് എടുത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എൻട്രി ചെയ്തു. ഫസ്റ്റ് നമ്മൾ തത്തയുടെ സെക്ഷൻ, പാരറ്റിൻ്റെ സെക്ഷനിലേട്ടാണ് പോയത്. അനിമൽസും ബേർഡ്സും കൗണ്ടൊക്കെ കുറവാണ്, എന്നാലും ഒരുപാട് ഇനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിയ ആണ് കേട്ടോ ഇത്. എല്ലാത്തിൻ്റെയും നെയിം ബോർഡ്, അതിൻ്റെ ലൈഫ് സ്പാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാവും. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. സൺഡേ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആണ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് എന്തോ തോന്നുന്നു കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ എല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൂങ്ങയാണ്, വലിയ മൂങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ചുകൂടി വലിയ മൂങ്ങയാണ്. മുള്ളമ്മന്നിയുടെ സെക്ഷനാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ല നീറ്റായിട്ടാണ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ ജീവികളെയും വളരെ നന്നായിട്ട് തന്നെ അവിടെ പരിപാലിക്കുന്നുണ്ട്. നല്ല സെക്യൂറായിട്ട് പൂട്ടി എല്ലാം നല്ല സെറ്റായിട്ടാണ് കേട്ടോ വച്ചേക്കുന്നത്. കുറുക്കനാണ്. നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ഒരു കുറുക്കനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മൊത്തം അവിടെ 2 കുറുക്കൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണത്തിനെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ കംപ്ലീറ്റ് 2 കുറുക്കൻ മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ഓരോ മൃഗങ്ങളുടെയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ എഴുതിയിട്ടുണ്ടാവും ആ ബോർഡിൽ. ഇത് ചെറിയൊരു ഗാർഡൻ ആണ്, മ്യൂസിയം ഉണ്ട് അവിടെ. അടുത്ത ഒട്ടകപ്പക്ഷി അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മൃഗങ്ങൾക്ക് പക്ഷികൾക്കോ ഒന്നും നമ്മൾ ഫുഡ് കൊടുക്കരുത്, അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ആക്ച്വലി ഒന്നും സ്പീഡിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സ്പീഡൊന്നും ഇട്ടിട്ടില്ല. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് തന്നെ എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചിട്ട്. കൃഷ്ണമൃഗമാണ് കേട്ടോ ഈ മാൻ. ഇതിനെ കരിമാൻ എന്നും കൂടി പറയും. കൃഷ്ണൻ്റെ മൃഗമാണ്, പുള്ളികളൊന്നും ഇല്ലാത്ത കറുത്ത നിറത്തിലുള്ള മാനായിരിക്കും അത്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാനുണ്ട്. അവിടെ നമുക്ക് മെയിനായിട്ട് ഹിപ്പപ്പൊട്ടാമസും മ്ലാവും ആണ് ആ ഏരിയയിലുള്ളത്. മ്ലാവ് അവിടെ കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ മാൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണല്ലോ മ്ലാവ് എന്ന് പറയുന്നത്. ഉച്ച ടൈം ആയതുകൊണ്ടാണോന്നറിയില്ല, എല്ലാവരും റെസ്റ്റിംഗ് ടൈമിലാണ്. എല്ലാം അവിടെ കിടക്കുമായിരുന്നു കൂടുതലും മ്ലാവൊക്കെ. അവിടെയുള്ള ഓരോ മരത്തിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നെയിം, അല്ലെങ്കിൽ എത്ര വർഷമായിട്ടുള്ളതാണ്. ഇതെന്ത് മരമാണെന്ന് ആർക്കില്ല അറിയോ? അതിനകത്ത് എന്തോ ഒരു കായൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഹിപ്പപ്പൊട്ടാമസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് കുറേ ഏരിയ ഹിപ്പപ്പൊട്ടാമസിന് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. എൻ്റെ ഫേസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കിട്ടോ. അത് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ പുല്ലങ്ങനെ കിട്ടുകൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മിക്കവാറും എല്ലാ മൃഗങ്ങളുടെ അടുത്തും ഈ ഒരു പുല്ല് ഐറ്റം തന്നെയാണ് കിടക്കുന്നത്. അത് കഴിക്കുന്നതൊക്കെ ഞാൻ അത്യാവശ്യം സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് തിരിയാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ അത് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളൊന്ന് പോവാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴേക്കും പുറകിൽ നിന്ന് ഒരെണ്ണം നേരെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫേസ് അത്യാവശ്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി. അതിനെ കാണാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പുള്ളിമാനാണ് കേട്ടോ. അവിടെയും 2 സെക്ഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പുള്ളിമാനെയും. കണ്ടില്ലേ, എല്ലായിടത്തും ഈ ഒരു പുല്ല് തന്നെയാണ് എല്ലാ മൃഗങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, എല്ലാത്തിനെയും കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അടുത്തത് യമോൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു യമോ ആണ് കേട്ടോ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിർത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
ഇനി നമ്മൾ മെയിനായിട്ടുള്ളൊരു സെക്ഷനിലോട്ട് പോവാണ്. കടുവ, പുലി, സിംഹം, കാട്ടുപൂച്ച, ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇനി അങ്ങോട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുവേനെയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു വീട് പോലെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, ഇതിനകത്ത് മാത്രമായിട്ട് അത്ര ഒരു സ്പേസിലൊരു കടുവയുണ്ട്. ഇതിനായിരുന്നു ശരിക്കും കാണണ്ട കേട്ടോ. അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ചുവന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ചേർന്ന് നടക്കുന്നുണ്ടായിരുന്ന ഒരു കടുവയായിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കടുവേനെയായിരുന്നു. മറ്റേതൊരു വീടിൻ്റെ അകത്തൊരു ഏരിയയിലായിരുന്നു കേട്ടോ ആ കടുവ ഉണ്ടായിരുന്നത്. ഇത് കുറേ സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കടുവേനെ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണൊക്കെ ശരിക്കും കിട്ടണ്ടായിരുന്നു. ആ ഒരു കളർ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഒരു പ്രശ്നക്കാരനായിട്ടുള്ളൊരു കടുവ തന്നെയായിരുന്നു അത്. സിംഹം ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത് ഇറച്ചിയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്നൊന്നുമില്ല, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കടുവ ശരിക്കും നമുക്ക് എന്താ പറയുക, നമുക്കത് പോയതൊന്ന് കാണാൻ പറ്റിയതിന് വലിയൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കടുവയാണ് കേട്ടോ അത്. ആ ഒരു റൂം പോലുള്ള ഏരിയയ്ക്ക് അകത്തുണ്ടായിരുന്ന ഒരു കടുവ. ഈ കടുവയും ആ കടുവയും തൊട്ടടുത്താണ്. അതായത് ഈ കടുവയ്ക്ക് ആ റൂമിലേക്കുള്ള ഒരു ജനലിൻ്റെ ഏരിയയിൽ കൂടെ മറ്റേ കടുവേനെ കാണാം. അവിടെ ചെന്ന് അതിനെ കാണും, തിരിച്ച് റിട്ടേൺ നടക്കും, പിന്നെയും വരും, അവിടെ വന്ന് കാണും. നല്ല വലിയ ശല്യമൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ റൂമിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കടുവ ഭയങ്കര ഒരു ദേഷ്യക്കാരനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. വേറൊരു കടുവയാണിത്. ഇതും അവിടെ ഇങ്ങനെ മയക്കത്തിലായിരുന്നു, വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഒരു സെക്ഷനെയും തിരിച്ചു പോരാൻ നോക്കിയപ്പോഴാണ് വേറൊരു കടുവേനെ കൂടി കണ്ടു. അതും ഇങ്ങനെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് പുലിയാണ്, ചെറിയൊരു പുലിയാണ് കേട്ടോ. 2 പുലിയാണ് ഉണ്ടായിരുന്നത്. രണ്ടിനെയും 2 ഗ്രില്ലിനകത്താക്കി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിയെ. ഉച്ച ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം കുറേയൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം അതിൻ്റെ അടുത്ത് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, എപ്പോഴും മീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു പുലിയുടെ കേസ് പറഞ്ഞത് ഇതാണ്. ഇതോടെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് കുരങ്ങന്മാരുടെ സെക്ഷനാണ്. ഓരോ ഏരിയ കാണുമ്പോഴും നമുക്ക് എടുത്ത് പറയാനുള്ളത് അവിടുത്തെ ഒരു വൃത്തിയാണ് കേട്ടോ. എല്ലാം വളരെ വൃത്തിയോട് കൂടിയിട്ട് തന്നെ എല്ലാ മൃഗങ്ങളെയും നല്ല നീറ്റായിട്ട് തന്നെയാണ് അവിടെ സംരക്ഷിക്കുന്നത് കേട്ടോ. ഫുഡാണെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കുന്നതും. ഞങ്ങൾ ചെന്നപ്പോൾ കുരങ്ങനുള്ള ഫുഡൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ, പഴം, ആപ്പിള്, ഇതുപോലുള്ള ഐറ്റംസൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിക്കുന്നത് നോക്കിയിരിക്കാൻ നമുക്ക് നല്ല രസമാണ്. കറക്റ്റ് ശരിക്കും മനുഷ്യന്മാരെ പോലെയൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിക്കുന്നൊക്കെ കാണാൻ അങ്ങനെ കുറേ നേരം ഞങ്ങളത് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പഴത്തിൻ്റെയൊക്കെ തൊലിക്കാണെങ്കിലും പൊളിച്ചത് സെറ്റായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. തണ്ണിമത്തനാണെങ്കിലും എടുത്തൊക്കെ കഴിക്കുന്നതാണ് നല്ല രസമാണ്. ഞങ്ങളവിടെ നിൽക്കുന്ന ടൈമിൽ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അത് കഴിക്കുന്നത്, കറക്റ്റായിട്ട് ആ തൊലിയൊക്കെ മാറ്റി വെച്ച് എടുത്തിരുന്ന് കഴിക്കുന്നതൊക്കെ കാണാൻ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരങ്ങളത് നോക്കി നിന്നു. 5 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്ത് കുട്ടികളുടെ പാർക്കും കൂടി കയറിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. നമ്മൾ ഉച്ച ടൈം ആയിട്ടുണ്ടായി ചെന്നപ്പോൾ. കുരങ്ങിൻ്റെ കൂട്ടത്തിൽ വലിയൊരു കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കേട്ടോ ഇത്. 2 കുരങ്ങുണ്ടായിരുന്നു. അതിനെ ഒരെണ്ണത്തിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ദൂരെയാണ്. നമുക്ക് കയറുന്നതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഏരിയ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഒരെണ്ണത്തിനെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്വർണ്ണക്കോഴിയാണ് കേട്ടോ. ഒരെണ്ണം താഴെയും മുകളിലായിട്ട് 2 സ്വർണ്ണക്കോഴി ഉണ്ടായിരുന്നു അവിടെ. കോഴികളുടെ 2-3 ഐറ്റം ഇനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ കോഴിനെ കാണാനായിട്ട് പല ഡിഫറെൻറ്റ് കളറൊക്കെ ആയിട്ട് അങ്ങനെ 2-3 ഇനം കോഴികളെ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. മുതലയുടെ അവിടെ ഒരു മുതലുണ്ട്. ആക്ച്വലി നമുക്കത് വീഡിയോയിൽ കിട്ടുന്നില്ല. ഡയറക്റ്റും എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. ഒരുപാട് സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് കുറേ നേരം നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. ഇനി അടുത്തത് മയിലാണ്. 2-3 മയിലുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരെണ്ണം മരത്തിലായിരുന്നു, ബാക്കി അവിടെ 1-2 താഴേക്കൂടെ നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലൈഫ് സ്പാനും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തുള്ള ഒരു ഗ്രില്ലിൽ കൂടെ നമ്മുടെ അണ്ണ നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു. ഇനി പാമ്പിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. അവിടെ അല്ല പുറത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം, നമ്മുടെ അവിടെ ഇവിടെ ഒന്നും തൊടുവോ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ. അതിൻ്റെ പുറത്തായിട്ട് ആമയുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിനകത്ത് കുറച്ച് ആമയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ പാമ്പിൻ്റെ ഏരിയയിലോട്ടാണ് കയറുന്നത്. മൂർഖനാണ് കേട്ടോ അത്. കണ്ട നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നോക്കാതിന്ന് എല്ലാ പാമ്പും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിൻ്റെയും സെക്ഷൻ കുറേയൊക്കെ കാലിയായിരുന്നു. വളരെ കുറച്ച് പാമ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചേര അതുപോലെ കുറച്ച് പാമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേ പാമ്പുകളുടെ സെക്ഷനൊക്കെ കാലിയായിരുന്നു. ഈ പാമ്പിൻ്റെ നെയിം അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു മൂർഖൻ തന്നെയായിരുന്നു. മൂർഖൻ തന്നെ 2-3 ഐറ്റം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മയിലിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സിംഹം ഒന്ന് ഒച്ച ഉണ്ടാക്കാതെ കേട്ടിട്ട് ഞാൻ വേഗം ചെന്ന് വീഡിയോ എടുത്ത് നോക്കി. പക്ഷേ പിന്നെ ചെന്നപ്പോൾ ഒരനക്കവും ഇല്ല കേട്ടോ. ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഒന്ന് ഒച്ച ഉണ്ടാക്കി. പക്ഷെ നമ്മൾ പിന്നെ അടുത്ത് വന്നപ്പോഴേക്കും പിന്നെ ഒരു അനക്കമില്ല. ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആളുകൾ കുറേ നേരം വെയിറ്റാക്കിയിരുന്നു നോക്കിയിട്ട് സിംഹത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് എഴുന്നേക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സിംഹം അങ്ങനെ തന്നെ കിടക്കായിരുന്നു. ഇനി നമ്മൾ പാർക്കിൻ്റെ സെക്ഷനിലെത്തി. അവിടെ കുട്ടികളെ കുറച്ചൊന്ന് കളിപ്പിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. 5 മണി 5:30 ആ ഒരു ടൈമിലാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഊർന്നിറങ്ങാൻ വേണ്ടി കയറ്റി വിട്ടതാണ്. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നോക്കിയിരുന്നു. പിന്നെ ഇതാ അങ്ങനെ കിടന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുട്ടികളൊക്കെ പാർക്കിലുണ്ടായിരുന്നു. ബാക്കി ആളുകളൊക്കെ സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ഇസുവിനെയും അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങുന്ന റൈറ്റത്തിൽ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും ഞങ്ങളെല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ നിന്നിട്ട് പതിയൊന്ന് കറക്കി വിടുന്നുണ്ട്. അടുത്തടുത്ത സെക്ഷനിൽ ഞാനും ഉമ്മച്ചിയും കുടിക്ക് നിന്നിട്ട് ഇങ്ങനെ കറക്കി വിടുന്നുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ പേടിയായി തുടങ്ങി. പതിയെ ഇറങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ. ലിമിറ്റഡ് ടൈമേ പാർക്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ളവർ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് ഇറക്കി വിടും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാത്തിലും ഒന്ന് അത് കയറട്ടെ വിചാരിച്ച് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇവനിക്ക് ഈ ഊർന്നിറങ്ങുന്ന സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിൽ കളിക്കട്ടെ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ കുറച്ച് നേരം ഊർന്ന് കളിച്ചു. ഇത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പിസുവിനെ അതിനകത്തൊക്കെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അതിനകത്ത് ഇരുത്തി ഒന്ന് അനക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മാറിയേക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെ അനക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് നിന്നിട്ട് ഒന്ന് പതിയെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കിടന്ന് ആടുന്നത് കൊണ്ട് അതിനകത്ത് കയറിയിരിക്കാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതിനകത്ത് ഇരുത്തി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം അവൻ അനക്കിയിട്ട് അങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഇരുത്തി. ഇനി പിന്നെ ഊഞ്ഞാലിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനിരുത്തി ആട്ടുന്നുണ്ട്. പിന്നെ തന്നെ അടിക്കോളാ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് തന്നെ അടിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ. എല്ലാത്തിലും കുട്ടികൾ അത്യാവശ്യം ഫില്ലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ ഓരോന്നിലേക്ക് മാറ്റി മാറ്റി കയറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ഊഞ്ഞാലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിലും കൂടി ഒന്ന് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു. എല്ലാവരും അപ്പോഴേക്ക് പോയി. ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു. പിന്നെ ഈ കറങ്ങുന്ന ഒരു ഐറ്റത്തിലും കൂടി പിള്ളേരെ ഇരുത്താൻ വിചാരിച്ചിട്ട് ഇസുവിനെ ഞാൻ ജസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അത് തന്നെ ഇരിക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊന്ന് കുറച്ച് നേരം ഇരുത്തിയിട്ട് ഒന്ന് കറക്കി വിടുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കുട്ടികൾ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് ചീങ്കണ്ണീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഒരു തടിക്കഷ്ണാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ജസ്റ്റ് ഒന്നുകൂടി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് ചീങ്കണ്ണിയാണെന്ന്. അതിന് സൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ അവിടെ ഇരുന്നിട്ട് എടുത്തു. പിന്നെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ക്യാൻറ്റീനിൽ. അപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുന്ന പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ചു. നൈറ്റിലേക്ക് ബിരിയാണിയും ബീഫ് കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ അന്നത്തെ ഡേ എത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ ഒരു വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.